അപ്പോൾ പുതിയൊരു കഥയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകളും വീഡിയോയുടെ ലൈക്കും ഒക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് പിന്നെയും അത് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ അധികം വലിച്ചു നീട്ടാതെ കഥയിലേക്ക് കടക്കാം. അന്ന് ഒരു ദീർഘദൂര യാത്ര കഴിഞ്ഞു വരികയായിരുന്നു റോയ് മാത്യു. ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു അന്നത്തെ അവൻ്റെ യാത്ര. 15ഓളം ബ്രാഞ്ചുകളുള്ള വി ഗ്രൂപ്പിൻ്റെ ഉടമയാണ് റോയ് എന്ന നമ്മുടെ കഥാനായകൻ റോയിച്ചൻ. ആളൊരു ഇടഞ്ഞ കൊമ്പനാണ് കേട്ടോ. വെട്ടൊന്ന് മുറി രണ്ട് എന്ന സ്വഭാവക്കാരൻ. എന്നാൽ ആ ഗൗരവത്തിനപ്പുറം റോയ്ക്ക് നല്ലൊരു മനസ്സുകൂടെ ഉണ്ട്. അന്ന് രാത്രി ഏറെ വൈകിയിരുന്നു. ദേ അമ്മച്ചി ഇപ്പം എത്തും, ഒരു അരമണിക്കൂർ. റോയ് ഫോണിൽ സംസാരിക്കുകയാണ്. റോയിച്ചന് ഈ ഭൂമിയിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ത്രേസ്യ അമ്മച്ചിയാണ്. റോയിൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയാണ് ഈ പറഞ്ഞ ത്രേസ്യ. കുഞ്ഞിലെ അപ്പച്ചനും അമ്മച്ചിയും നഷ്ടപ്പെട്ട റോയിയെ വളർത്തിയതും ഈ നിലയിലെത്തിച്ചതുമെല്ലാം ത്രേസ്യയാണ്. അതിൻ്റെതായ ഇഷ്ടം അവൻ അമ്മച്ചിയോട് എപ്പോഴും ഉണ്ട്. ഇപ്പോൾ തന്നെ നേരം വൈകിയതിന് വഴക്ക് പറയാൻ വിളിച്ചേക്കുവാണ് ത്രേസ്യ അമ്മച്ചി. പണ്ടൊരിക്കൽ ഇതേപോലെ അർദ്ധരാത്രിയിലൊരു യാത്രയിലാണ് അവർക്ക് തൻ്റെ മകനെയും മരുമകളെയും നഷ്ടപ്പെട്ടത്. അതിൻ്റെ ശേഷം ഇങ്ങോട്ട് റോയും ഇതേപോലെ രാത്രി ദൂരം വഴിക്ക് പോകുന്നത് ത്രേസ്യമ്മച്ചിക്ക് പേടിയാണ്. ചോറിലൊന്നും വെള്ളം ഒഴിച്ചേക്കല്ലേ ത്രേസ്യ കൊച്ചേ, ദേ ഞാൻ ഇപ്പം എത്തും കേട്ടോ, ചിരിയോടെ പറഞ്ഞു റോയ്. അവൻ ഭക്ഷണം കഴിച്ചതാണ്. എന്നാലും അമ്മച്ചി തനിക്ക് വേണ്ടി എന്തെങ്കിലും ഒരുക്കി വെച്ച് കഴിക്കാതെ ഇരിപ്പുണ്ടാകുമെന്ന് അവന് നന്നായിട്ടറിയാം. ത്രേസ്യക്കുട്ടി അവൻ വൈകിയതിലുള്ള പരിഭവത്തിലാണ്. ആ പിണക്കം മാറ്റുന്നതിനിടെയാണ് റോയിൻ്റെ ശ്രദ്ധ ഒരു നിമിഷം ഡ്രൈവിങ്ങിൽ നിന്നൊന്ന് തെന്നി മാറുന്നത്. ഒരു നിമിഷത്തിൻ്റെ വ്യത്യാസത്തിൽ കാറിന് മുമ്പിലേക്ക് എന്തോ ഒരു രൂപം വന്ന് ചാടുന്നത് റോയ് തിരിച്ചറിഞ്ഞു. ഫോൺ വിളിക്കുന്നത് കൊണ്ട് റോയ് പതുക്കെയാണ് വണ്ടി ഓടിച്ചിരുന്നത്. റോയ് വണ്ടി ചവിട്ടി നിർത്തി. പക്ഷെ താൻ എന്തോന്നിനെ ഇടിച്ചു തെറിപ്പിച്ചു എന്ന് അവൻ അറിഞ്ഞിരുന്നു. മുന്നിൽ കണ്ട ആ രൂപം ഒരു പെൺകുട്ടിയുടേതാണ് എന്ന് റോയ് ഉറപ്പിച്ചിരുന്നു. ഓ ഗോഡ്! റോയ് തലയിൽ കൈവച്ചുപോയി. പണിയായോ കർത്താവേ എന്നൊരു ചിന്തയോടെയാണ് റോയ് പുറത്തേക്ക് ഇറങ്ങിയത്. റോയ് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ്റെ നെഞ്ചിരിപ്പ് കാതുകളിൽ വന്ന് അടിക്കുന്നുണ്ടായിരുന്നു. ചുറ്റും ഇരുട്ടാണ്. വിജനമായ റോഡിൽ വഴിവിളക്കുകൾ പോലുമില്ല. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് വെളിച്ചം മാത്രം ആ ഇരുട്ടിനെ കീറിമുറിച്ചുകൊണ്ട് മുന്നോട്ട് നീണ്ടു നിന്നു. ആ വെളിച്ചത്തിൻ്റെ പരിധിയിലാണ് അവൾ കിടന്നിരുന്നത്. റോയ് പതുക്കെ മുന്നോട്ട് നടന്നു. അവൻ്റെ ചുവടുകൾക്ക് വിറയലുണ്ടായിരുന്നു. അവൻ അവളുടെ അരികിലേക്ക് നടന്നെത്തി. താൻ ഭയന്നത് തന്നെയായിരുന്നു സംഭവിച്ചത്. അവളുടെ നെറ്റിയിൽ നിന്നും ചോരയൊലിച്ച് ആ ചുരുണ്ട മുടിയിഴകളെ നനച്ചിരുന്നു. വെളുത്ത നിറമുള്ള ഒരു കുർത്തിയും നീല ജീൻസുമായിരുന്നു അവളുടെ വേഷം. ആ വെളുത്ത കുർത്തിയിൽ ചോര പടർന്നു പിടിക്കുന്നത് ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ റോയ് വ്യക്തമായി കണ്ടു. അവളുടെ കാലിലെ ഒരു ചെരുപ്പ് തെറിച്ച് ദൂരെ പോയിരിക്കുന്നു. ഹലോ ഡോ, ഹലോ! റോയ് പതർച്ചയോടെ അവളുടെ അരികിലിരുന്ന് വിളിച്ചു. അവളിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല. കണ്ണുകൾ അടഞ്ഞ് ബോധരഹിതയായി അവൾ കിടന്നു. റോയ് വിറക്കുന്ന കൈകളോടെ അവളുടെ മൂക്കിന് താഴെ വിരലുകൾ വെച്ച് നോക്കി. നേരത്തെ ശ്വാസമെടുപ്പുണ്ട്. നെഞ്ചിൽ കൈവച്ച് നോക്കിയപ്പോൾ ദ്രുതഗതിയിലുള്ള മിടിപ്പും അറിഞ്ഞു. ജീവനുണ്ട്. അതവന് നേരിയൊരു ആശ്വാസം നൽകിയെങ്കിലും നെറ്റിയിലെ മുറിവിൽ നിന്നും ചോര വരുന്നത് തുടരുകയായിരുന്നു. കർത്താവേ, ചതിച്ചേക്കല്ലേ! റോയ് സ്വയം കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചുപോയി. റോയ് ഒട്ടും സമയം കളയാതെ അവളെ എടുത്തു. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ എന്ന പോലെ അവളെ സൂക്ഷിച്ച് അവളുടെ നെറ്റിയിലെ മുറിവിൽ വീണ്ടും പരിക്കേൽക്കാത്ത വണ്ണം അവൻ അവളെ കൈകളിൽ കോരിയെടുത്തു. ഭാരമില്ലാത്തൊരു ആമ്പൽപ്പൂവ് പോലെ അവൾ അവൻ്റെ കൈകളിലേക്ക് ഒതുങ്ങി. അവളെയും കൊണ്ട് അവൻ കാറിൻ്റെ പിൻസീറ്റിലേക്ക് നടന്നു. ഡോർ തുറന്ന് വളരെ പതുക്കെ അവളെ സീറ്റിലേക്ക് കിടത്തി. അവളുടെ ചോര അവൻ്റെ ഷർട്ടിലും കൈകളിലും പടർന്നിരുന്നു. കാറിൻ്റെ സീറ്റുകളിലേക്ക് ചോര വീഴുന്നത് അവൻ ശ്രദ്ധിച്ചു. വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് റോയ് കയറിയിരുന്നു. താക്കോൽ തിരിക്കുമ്പോൾ അവൻ്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. സ്റ്റിയറിങ്ങിൽ പിടിച്ച കൈകളിൽ ചോരയുടെ നനവുണ്ടായിരുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവൻ ഒറ്റ പാച്ചിലായിരുന്നു. തൊട്ടടുത്തുള്ള ടോണിയിലെ മിഷൻ ഹോസ്പിറ്റലിലേക്ക് ഏതാണ്ട് 20 മിനിറ്റിലധികം ദൂരമുണ്ട്. റോയ് വണ്ടിയുടെ വേഗത കൂട്ടി. ആ വിജനമായ റോഡിലൂടെ കാർ പാഞ്ഞു. എനിക്കൊന്നും സംഭവിക്കല്ലേ കർത്താവേ, അവൾക്കൊന്നും വരുത്തരുതേ! റോയ് മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. യാത്രക്കിടയിൽ അവൻ ഇടയ്ക്കിടെ മിററിലൂടെ പിൻസീറ്റിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അവൾ അനക്കമില്ലാതെ കിടക്കുകയാണ്. വണ്ടി ഓടിക്കുന്നതിനിടയിൽ അവൻ്റെ മനസ്സ് വർഷങ്ങൾക്ക് പുറകിലേക്ക് പോയി.
ഇതേപോലൊരു അർദ്ധരാത്രിയിലാണ് തൻ്റെ അപ്പച്ചനും അമ്മയും ഒരു വണ്ടി അപകടത്തിൽ ചോരയിൽ കുളിച്ച് ഈ ഭൂമിയിൽ നിന്ന് യാത്രയായത്. അന്ന് ചോര വാർന്നു കിടന്ന അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും മുഖം ഓർമ്മ വന്നപ്പോൾ റോയിയുടെ കണ്ണുകൾ നിറഞ്ഞു. ആ അപകടമാണ് തൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. അനാഥനായ തന്നെ നെഞ്ചോട് ചേർത്ത് വളർത്തിയത് ത്രേസ്യമ്മച്ചിയാണ്. ഇന്ന് ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ താനൊരു കൊലപാതകിയാവും. ആ ചിന്ത അവൻ്റെ നെഞ്ചു പൊള്ളിച്ച് കളഞ്ഞു. വണ്ടി മിഷൻ ഹോസ്പിറ്റലിൻ്റെ വലിയ ഗേറ്റ് കടന്ന് കാഷ്വാലിറ്റിയുടെ മുന്നിലേക്ക് ഇരച്ചു കയറി ബ്രേക്ക് ഇട്ടു. എമർജൻസിയാണെന്ന് കണ്ടതോടെ സെക്യൂരിറ്റിക്കാരും ചില നഴ്സുമാരും ഓടിയെത്തി. റോയ് വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി. സിസ്റ്റർ, ആക്സിഡൻ്റാണ്, അവൻ പറഞ്ഞു. അവൻ്റെ ശബ്ദത്തിലെ പരിഭ്രമവും ഷർട്ടിലെ ചോരപ്പാടുകളും കണ്ട് അവർ ഒട്ടും സമയം കളയാതെ ഒരു സ്ട്രെച്ചറുമായി വണ്ടിയുടെ അരികിലേക്ക് അടുത്തു. റോയ് തന്നെ പിൻസീറ്റിലെ ഡോർ തുറന്ന് അവളെ സ്ട്രെച്ചറിലേക്ക് കിടത്താൻ സഹായിച്ചു. അവളെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ റോയും അവർക്കൊപ്പം ഓടിയെത്തി. സർ, പുറത്ത് നിൽക്കൂ, ഡോക്ടർ ഇപ്പോൾ വരും. ഒരു നേഴ്സ് അവനെ തടഞ്ഞു. കാഷ്വാലിറ്റിയുടെ ആ ചില്ലുവാതിലുകൾ അടഞ്ഞപ്പോൾ റോയ് അവിടെയുള്ള ഒരു തൂണിൽ ചാടി നിന്നു. അവൻ്റെ ശ്വാസോച്ഛ്വാസം വേഗത്തിലായിരുന്നു. കൈകൾ കൂട്ടി തിരുമ്മി അവൻ ആ ഇടനാഴിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവൻ്റെ മുഖം വിയർത്തൊട്ടിയിരുന്നു. ബ്രാൻഡഡ് ഷർട്ടിൽ ചോരക്കടകൾ പറ്റിപ്പിടിച്ചിരിക്കുന്നു. പെട്ടെന്നാണ് തൻ്റെ പോക്കറ്റിലിരിക്കുന്ന ഫോൺ വീണ്ടും വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അവൻ ഫോൺ എടുത്തു നോക്കി. ത്രേസ്യമ്മച്ചി തന്നെയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത് കാതിനോട് ചേർക്കുമ്പോൾ അവൻ്റെ തൊണ്ടയിടറി. ഡാ റോയിച്ച, നീ എവിടെ എത്തി? 1/2 മണിക്കൂർ കഴിഞ്ഞല്ലോടാ. ചോറൊക്കെ തണുത്ത് കേട്ടോ. അപ്പുറത്ത് നിന്ന് അമ്മച്ചിയുടെ പരിഭവവും സ്നേഹവും നിറഞ്ഞ ശബ്ദം കേട്ടു. അമ്മച്ചി, ഞാൻ ഹോസ്പിറ്റലിലാണ്. റോയ്ക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഈശോയെ, എന്തു പറ്റിയടാ? നിനക്ക് വല്ലതും? അമ്മച്ചിയുടെ ശബ്ദത്തിൽ ഭയം ഇരച്ചു കയറി. എനിക്കൊന്നുമില്ല അമ്മച്ചി, വണ്ടി ഒന്ന് തട്ടി. ഒരു പെൺകുട്ടിക്ക് ചെറിയൊരു പരിക്കേറ്റു. ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. അമ്മച്ചി പേടിക്കണ്ട, ഞാൻ വിളിക്കാം. കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ റോയ് ഫോൺ കട്ട് ചെയ്തു. കാരണം അമ്മച്ചിയെ കൂടുതൽ പരിഭ്രാന്തിയിലാക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. കുറച്ച് സമയത്തിന് ശേഷം കാഷ്വാലിറ്റിയുടെ വാതിൽ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. മാസ്ക് മാറ്റി മുഖത്തെ വിയർപ്പ് തുടച്ചുകൊണ്ട് ചുറ്റും നോക്കിയ ഡോക്ടറുടെ കണ്ണുകൾ ഇടനാഴിയിൽ ആകെ ഒളിഞ്ഞു നിൽക്കുന്ന റോയിലേക്കാണ് ചെന്ന് നിന്നത്. റോയ്, നീയാണോ ഈ പേഷ്യൻറ്റിനെ കൊണ്ടുവന്നത്? ആ ശബ്ദം കേട്ടാണ് റോയ് തലയുയർത്തിയത്. മുന്നിൽ നിൽക്കുന്നത് തൻ്റെ കോളേജ് കാലം മുതലുള്ള സുഹൃത്തും ആ ഹോസ്പിറ്റലിലെ ചീഫ് സർജനുമായ ഡോക്ടർ രാഹുലായിരുന്നു. രാഹുലിനെ കണ്ടതും റോയുടെ ഉള്ളിലേക്ക് ജീവൻ തിരികെ വന്നതുപോലെ തോന്നി. രാഹുൽ, എടാ, അവൾക്ക് എങ്ങനെയുണ്ട്? ജീവനുണ്ടല്ലോ അല്ലേടാ? റോയിയുടെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. രാഹുൽ റോയിയുടെ തോളിൽ തട്ടി അവനെ ആശ്വസിപ്പിച്ചു. എടാ, കൂളാവും റോയ്, നീ ആദ്യം റിലാക്സ് ചെയ്യേ. അവർക്കൊന്നുമില്ല. നെറ്റിയിൽ നല്ലൊരു മുറിവുണ്ടായിരുന്നു. ചോര ഒരുപാട് വാർന്നുപോയി. 4-5 സ്റ്റിച്ച് ഇട്ടുണ്ട്. തലയ്ക്ക് ചെറിയൊരു ആഘാതം ഏറ്റതുകൊണ്ട് ബോധം വന്നിട്ടില്ല. പക്ഷെ ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഒന്നുമില്ല. നമ്മൾ മെഡിസിൻ ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയത്തിനകം ബോധം വരും. രാഹുലിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ റോയുടെ നെഞ്ചിൽ നിന്നും ഒരു വലിയ പാറക്കല്ല് ഇറക്കി വെച്ച പോലെ തോന്നി അവന്. അവൻ ദീർഘമായി ഒന്ന് ശ്വാസം വിട്ടു. എടാ, താങ്ക്സ്. റോയ് ചുമരിൽ ചാരി നിന്നു. രാഹുൽ അവനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അവൻ്റെ ഷർട്ടിലെ ചോരക്കറകളും വിയർപ്പിലൊട്ടിയ മുടിയും ആ മുഖത്തെ ഭയവുമെല്ലാം രാഹുലിന് കാര്യം വ്യക്തമാക്കി കൊടുത്തു. രാഹുൽ അവനെ അടുത്തിട്ടുണ്ടായിരുന്ന തൻ്റെ പേഴ്സണൽ കൺസൾട്ടിംഗ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഡോർ അടച്ച ശേഷം മേശപ്പുറത്തിരുന്ന വെള്ളക്കുപ്പി റോയ്ക്ക് നേരെ നീട്ടി. കുടിക്കടാ. റോയ് ആ വെള്ളം കുടിച്ചു തീർത്തു. രാഹുൽ അവൻ്റെ മുന്നിലെ കസേരയിലിരുന്ന് ഗൗരവത്തോടെ അവനെ നോക്കി ചോദിച്ചു. ഇനി പറ റോയ്, എന്താടാ സംഭവിച്ചത്? നീയാണോ വണ്ടി ഇടിച്ചത്? റോയ് തലയാട്ടി. അതേടാ, ഞാൻ വണ്ടി ഓടിച്ചു വരികയായിരുന്നു. അമ്മച്ചിയുമായി ഫോണിൽ സംസാരിക്കുന്നതിനിടയിലാണ് ശ്രദ്ധ ഒന്ന് മാറിയത്. സ്പീഡ് കുറവായിരുന്നു. പെട്ടെന്നാണ് ആ ഇരുട്ടിൽ നിന്ന് അവൾ വണ്ടിയുടെ മുന്നിലേക്ക് വന്ന് ചാടിയത്. എനിക്ക് ബ്രേക്ക് ചവിട്ടാൻ ഒരു നിമിഷത്തിൻ്റെ വ്യത്യാസമേ കിട്ടിയുള്ളൂ. പക്ഷെ അപ്പോഴേക്കും രാഹുൽ അല്പം ഗൗരവത്തോടെ ആലോചിച്ചു. റോയ്, നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സമയം രാത്രി 12 മണി കഴിഞ്ഞു. വിജനമായ ഹൈവേയിൽ ഈ കുട്ടി ഒറ്റയ്ക്ക് എവിടെ നിന്ന് വന്നു? അവളുടെ കയ്യിൽ ബാഗോ ഫോണോ തിരിച്ചറിയൽ രേഖകളോ ഒന്നുമില്ല. വസ്ത്രധാരണം കണ്ടിട്ട് നല്ലൊരു ഫാമിലിയിലെ കുട്ടിയാണെന്ന് തോന്നും. എന്തോ വലിയ പ്രശ്നത്തിൽപ്പെട്ട് ഓടി വന്ന ലക്ഷണമുണ്ട്. എനിക്കറിയില്ല രാഹുൽ, എനിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാണ്. നിയമവും പോലീസും ഒക്കെ അറിഞ്ഞാൽ നിനക്കറിയാലോ എൻ്റെ അവസ്ഥ. വി ഗ്രൂപ്പിൻ്റെ പേര് ചീത്തയായാൽ അത് 15ഓളം ബ്രാഞ്ചുകളിലെ ബിസിനസ്സിനെ ബാധിക്കും. അതിലും അപ്പുറം ത്രേസ്യമ്മച്ചി ഇതറിഞ്ഞാൽ താങ്ങില്ലടാ. പണ്ട് അപ്പച്ചനും അമ്മച്ചിയും ആക്സിഡൻറ്റിൽ മരിച്ചതിൽ പിന്നെ അമ്മച്ചിക്ക് ഈ രാത്രി യാത്രകളും ആക്സിഡൻറ്റും ഒക്കെ കേൾക്കുന്നത് തന്നെ പേടിയാണ്. ഞാൻ വിളിച്ചപ്പോൾ ഹോസ്പിറ്റലിലാണെന്ന് മാത്രം പറഞ്ഞു. വണ്ടി ഇടിച്ച കാര്യമൊന്നും അങ്ങനെ വിവരിച്ച് പറഞ്ഞിട്ടില്ല.
രാഹുൽ റോയിയുടെ അവസ്ഥ മനസ്സിലാക്കി. ഒരു സുഹൃത്ത് എന്ന നിലയിലും ഡോക്ടർ എന്ന നിലയിലും റോയിയെ സഹായിക്കേണ്ടത് അവൻ്റെ കടമയായിരുന്നു. റോയ്, നീ പറഞ്ഞത് ശരിയാണ്. ഇതൊരു ആക്സിഡൻറ്റ് കേസ് ആയതുകൊണ്ട് ഹോസ്പിറ്റൽ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഞങ്ങൾക്ക് പോലീസിൽ ഇൻഫോം ചെയ്യേണ്ടി വരും. പോലീസ് വന്നാൽ കേസാക്കും, മീഡിയ അറിയും. ബിസിനസ്സിൽ നിന്റെ ശത്രുക്കൾ ഇത് നിനക്കെതിരെ ഉപയോഗിക്കും. അതുകൊണ്ട് രാഹുൽ ഒന്ന് നിർത്തി. അതുകൊണ്ട് എന്താടാ, എന്തെങ്കിലും ഒരു വഴി പറയേ? റോയ് ആകുലതയോടെ ചോദിച്ചു. ഒരു വഴിയുണ്ട്. പോലീസിനെ നമ്മളിപ്പോൾ ഔദ്യോഗികമായി അറിയിക്കുന്നില്ല. ഈ ഹോസ്പിറ്റൽ എൻ്റെ അങ്കിളിൻ്റേത് കൂടിയാണല്ലോ. ഈ കേസ് ഒരു അപകടം എന്ന രീതിയിലല്ലാതെ വഴിയിൽ വീണ് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ പെൺകുട്ടിയെ റോയ് മാത്യു ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്ന രീതിയിൽ മാറ്റി എഴുതാം. അതായത് നീ അവളെ വണ്ടിയിടിച്ചതല്ല, മറിച്ച് വഴിയിൽ ചോര വാർന്നു കിടന്ന അവളെ രക്ഷിക്കാൻ വേണ്ടി കാരുണ്യപൂർവ്വം ഹോസ്പിറ്റലിൽ എത്തിച്ചൊരു രക്ഷകൻ. അങ്ങനെയാണെങ്കിൽ നിനക്കെതിരെ കേസ് വരില്ല, നിയമവശം സേഫാവും. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഈ കുട്ടി ബോധം വന്നിട്ട് തീരുമാനിക്കാം. രാഹുൽ തൻ്റെ പ്ലാൻ വിവരിച്ചു. റോയ്ക്ക് രാഹുലിൻ്റെ ബുദ്ധിപരമായ നീക്കം വലിയൊരു ആശ്വാസമായി തോന്നി. എടാ, അത് മതിയോ? കാഷ്വാലിറ്റിയിലെ ബാക്കി സ്റ്റാഫ് അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. അവിടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടി നേഴ്സിനോടും സെക്യൂരിറ്റിയോടും ഞാൻ സംസാരിക്കാം. ഇത് നമ്മൾ രണ്ടുപേരും പിന്നെ ആ കുട്ടിയും മാത്രം അറിയുന്ന രഹസ്യമായിരിക്കണം. പക്ഷെ ആ കുട്ടി ബോധം വീഴുമ്പോൾ എന്ത് പറയും എന്നതിനെ ആശ്രയിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ, രാഹുൽ എടുത്തു പറഞ്ഞു. അവൾക്ക് ബോധം വരുമ്പോൾ ഞാൻ സംസാരിച്ചോളാം. അവൾക്ക് വേണ്ട എല്ലാ ചികിത്സാ ചെലവും ഞാൻ നോക്കിക്കോളാം. എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഈ ഘട്ടത്തിൽ കേസും കൂട്ടവുമായ എൻ്റെ കുടുംബവും ബിസിനസ്സും തകരും, റോയ് പറഞ്ഞു. റോയ് കൺസൾട്ടിംഗ് റൂമിൽ നിന്ന് പുറത്തിറങ്ങി. കാഷ്വാലിറ്റിക്ക് പുറകിലുള്ള സ്പെഷ്യൽ റൂമിലേക്കാണ് അവളെ മാറ്റിയിരുന്നത്. റോയ് പതുക്കെ ആ മുറിയുടെ വാതിൽ തുറന്നു. മുറിയിൽ നേരത്തെ വെളിച്ചം മാത്രം. എയർ കണ്ടീഷണറിൻ്റെ നേരിയ ശബ്ദമൊഴിച്ചാൽ വലിയ നിശബ്ദതയായിരുന്നു അവിടെ. കട്ടിലിൽ അവൾ അനക്കമില്ലാതെ കിടക്കുകയാണ്. നെറ്റിയിലെ വലിയ വെള്ള ബാൻഡേജ് കെട്ടിയിട്ടുണ്ട്. റോയ് കട്ടിലിനരികിലുള്ള കസേര വലിച്ചിട്ടിരുന്നു. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. സമയം പതുക്കെ കടന്നുപോയി. ഏതാണ്ട് 1 മണിക്കൂറോളം റോയ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് അവളുടെ വിരലുകളിൽ ഒരു ചലനമുണ്ടായത്. അവൾ പതുക്കെ തല ഇരുവശത്തേക്കും ചലിപ്പിച്ചു. ചുണ്ടുകൾ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. അമ്മേ, എന്നെ വിട്, എന്നെ ഉപദ്രവിക്കരുത്. അവൾ ഉറക്കത്തിൽ എന്ന പോലെ അലറി വിളിക്കാൻ ശ്രമിച്ചു. റോയ് പെട്ടെന്ന് എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് നീങ്ങി. കുട്ടി, പേടിക്കണ്ട, ശാന്തമാകൂ. അവൻ അവളുടെ തോളിൽ പതുക്കെ തൊട്ടു. ആ സ്പർശനത്തിൽ ഞെട്ടിക്കൊണ്ട് അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. മുകളിലെ വെളുത്ത മേൽക്കൂരയും ചുറ്റുമുള്ള മെഡിക്കൽ ഉപകരണങ്ങളും കണ്ട അവൾ പരിഭ്രാന്തിയോടെ എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു. എന്നാൽ നെറ്റിയിലെ കഠിനമായ വേദന കാരണം അവൾ തലയിൽ കൈവച്ച് വീണ്ടും കിടക്കയിലേക്ക് തന്നെ വീണു. പെട്ടെന്ന് എഴുന്നേൽക്കരുത്, തലയ്ക്ക് നല്ല വേദന കാണും, നീ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, റോയ് വളരെ ശാന്തമായ സ്വരത്തിൽ അവളോട് പറഞ്ഞു. അവൾ പതുക്കെ കണ്ണുകൾ തിരിച്ച് റോയിയെ ഒന്ന് നോക്കി. ചോരക്കറ പുരണ്ട ഷർട്ടുമായി നിൽക്കുന്ന ആ ഉയരമുള്ള മനുഷ്യനെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകളിൽ വീണ്ടും ഭയം എഴലിച്ചു. നിങ്ങൾ ആരാണ്? ഞാൻ എങ്ങനെ ഇവിടെ എത്തി? അവൾ ചോദിച്ചു. ആ ശബ്ദത്തിൽ ഭയവും തളർച്ചയും കലർന്നിരുന്നു. റോയ് ആ കസേരയിലേക്ക് വീണ്ടും ഇരുന്നു. എൻ്റെ പേര് റോയ് മാത്യു. താൻ രാത്രി എൻ്റെ വണ്ടിയുടെ മുന്നിലേക്ക് വന്ന് ചാടുകയായിരുന്നു. വണ്ടി തട്ടി താൻ ബോധം കെട്ട് വീണു. ഞാൻ തന്നെയാണ് തന്നെ ഈ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഭാഗ്യത്തിന് വലിയ പരിക്കുകളൊന്നുമില്ല. നെറ്റിയിൽ ചെറിയൊരു മുറിവുണ്ട്. അതിപ്പോൾ ഡോക്ടർ സ്റ്റിച്ചിട്ടു. അവൾ നെറ്റിയിലെ ബാൻഡേജിൽ പതുക്കെ ഒന്ന് തൊട്ടു നോക്കി. എന്നിട്ട് കണ്ണുകൾ അടച്ച് എന്തൊക്കെയോ ഓർക്കാൻ ശ്രമിച്ചു. നിന്റെ പേരെന്താ കുട്ടി? നീ എവിടുന്ന് വരുന്നു? ഈ അർദ്ധരാത്രിയിൽ ആ വിജനമായ റോഡിൽ നീ എങ്ങനെ ഒറ്റക്കായി? റോയ് ഒന്നിനു പുറകെ ഒന്നായി ചോദ്യങ്ങൾ ചോദിച്ചു. കാരണം നിയമവശം ഒതുക്കണമെങ്കിൽ ഈ കുട്ടിയുടെ പശ്ചാത്തലം അറിയണമായിരുന്നു. അവൾ കുറച്ചു സമയം ഒന്നും സംസാരിച്ചില്ല. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുള്ളികൾ ഇറ്റു വീണു. അവൾ തൻ്റെ നീല ജീൻസിൻ്റെ അരികുകളിൽ കൈകൾ മുറുകെ പിടിച്ചു. എൻ്റെ പേര് അനാമിക, അവൾ പതുക്കെ പറഞ്ഞു. അനാമിക, തൻ്റെ വീട് എവിടെയാ? വീട്ടിൽ ആരെയാ വിളിക്കേണ്ടത്? അച്ഛൻ്റെയോ അമ്മയുടെയോ ഫോൺ നമ്പർ ഉണ്ടോ? റോയ് എടുത്തു ചോദിച്ചു. വീട് എന്ന വാക്ക് കേട്ടതും അനാമികയുടെ മുഖം വിളറി വെളുത്തു. അവൾ തല ശക്തിയായി ഇരുവശത്തേക്കും ചലിപ്പിച്ചു. ഈ സമയത്താണ് രാഹുൽ മുറിയിലേക്ക് കടന്നു വരുന്നത്. അനാമികക്ക് ബോധം വന്നത് കണ്ട് രാഹുൽ അവളുടെ അരികിലേക്ക് വന്നിരുന്നു. ഹലോ അനാമിക, ഐ എം ഡോക്ടർ രാഹുൽ. ഇപ്പോൾ എങ്ങനെ തോന്നുന്നുണ്ട്? വേദനയുണ്ടോ? രാഹുൽ സൗമ്യമായി അവളോട് അന്വേഷിച്ചു. അവൾ ഭയത്തോടെ ചുറ്റും നോക്കി. രാഹുൽ റോയിയെ ഒന്നുകൂടെ നോക്കി. അനാമിക, താൻ പേടിക്കേണ്ടടോ. ഇവിടെ നീ പൂർണ്ണമായും സുരക്ഷിതയാണ്. നിന്നെ ഇവിടെ ആരും ഉപദ്രവിക്കില്ല. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഇതൊരു ആക്സിഡൻറ്റ് കേസാണ്.
സാധാരണ രീതിയിൽ പോലീസ് വന്ന് കേസെടുക്കേണ്ടതാണ്. എന്നാൽ നിൻ്റെയും ഈ റോയിച്ചിൻ്റെയും സാഹചര്യം കണക്കിലെടുത്ത് ഞങ്ങൾ ഇത് പോലീസിൽ അറിയിച്ചിട്ടില്ല. അനാമികയുടെ കണ്ണുകളിൽ വിവേചിച്ചറിയാൻ പറ്റാത്തൊരു ഭാവം. 2 ദിവസം മുഴുവൻ അനാമിക കുത്തിയിരുന്ന് കരഞ്ഞു. റോയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവളുടെ ആ കരച്ചിൽ കാണാൻ. പിന്നെ അവൻ സ്വയം അങ്ങ് നിയന്ത്രിച്ചു. 2 ദിവസത്തിന് ശേഷം ഡിസ്ചാർജ് നടപടികളെല്ലാം പൂർത്തിയായി. നെറ്റിയിലെ കെട്ട് മാറ്റി ചെറിയൊരു ബാൻഡേജ് ഒട്ടിച്ചിട്ടുണ്ട്. അനാമിക, വണ്ടി പുറത്തുണ്ട്, തനിക്ക് എങ്ങോട്ടാ പോകേണ്ടത്? ഞാൻ അവിടെ ഇറക്കി വിടാം, റോയ് ചോദിച്ചു. അനാമിക അല്പസമയം മടിച്ചു നിന്നു. അവളുടെ കൈകളിൽ ഒരു ചെറിയ പേഴ്സ് പോലും ഇല്ലായിരുന്നു. ശൂന്യമായ കൈകളോടെ എങ്ങോട്ടൊന്നില്ലാത്ത ഭാവത്തിൽ അവൾ റോയിയെ നോക്കി. ഞാൻ പറയാം, അവൾ പതുക്കെ പറഞ്ഞു. റോയ് ഒന്നും പിന്നെ ചോദിച്ചില്ല. അവളെയും കൂട്ടി അവൻ കാറിനടുത്തേക്ക് നടന്നു. കാറിൻ്റെ മുൻസീറ്റിൽ അവൾ കയറിയിരുന്നു. യാത്രയിലുടനീളം വണ്ടിയിൽ കനത്ത നിശബ്ദതയായിരുന്നു. റോയ് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴും ഇടകണ്ണാലെ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളുടെ നോട്ടം പുറത്തെ കാഴ്ചകളിലായിരുന്നു. 1/2 മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ കാർ അവൾ നിർത്താൻ പറഞ്ഞു. ഇവിടെ നിർത്തിയാൽ മതി, അനാമിക പതിയെ പറഞ്ഞു. റോയ് വണ്ടി ഒതുക്കി നിർത്തി. അവൾ ഡോർ തുറന്ന് പുറത്തിറങ്ങി. എന്നിട്ട് റോയ്ക്ക് നേരെ തിരിഞ്ഞു. ഒരുപാട് നന്ദി, എന്നെ രക്ഷിച്ചതിനും നോക്കിയതിനുമെല്ലാം. ആ വാക്കുകളിൽ ഒരു നൊമ്പരമുണ്ടായിരുന്നു. റോയ് പതിയെ തലയാട്ടി. അവൾ നടന്നു നീങ്ങുന്നത് നോക്കി അവൻ വണ്ടി മുന്നോട്ടെടുത്തു. എന്നാൽ ഉള്ളിലെവിടെയോ ഒരു അസ്വസ്ഥത അവനെ പിടിച്ചു വലിച്ചു. വെട്ടൊന്ന് മുറി 2 എന്ന സ്വഭാവക്കാരനാണെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് തോന്നിയാൽ മാറി നിൽക്കാൻ അവൻ്റെ മനസ്സ് അനുവദിച്ചിട്ടില്ല. റോയ് വണ്ടി കുറച്ച് ദൂരെ മാറ്റി പാർക്ക് ചെയ്തു. എന്നിട്ട് സൈഡ് മിററിലൂടെ അനാമികയെ നിരീക്ഷിച്ചു. അവൾ പതുക്കെ നടന്ന് ആ വലിയ പാലത്തിന് മുകളിൽ കയറുകയായിരുന്നു. ആ സമയത്ത് പാലത്തിൽ വണ്ടികൾ കുറവായിരുന്നു. പുഴയിൽ നല്ല ഒഴുക്കുള്ള സമയമാണ്. പാലത്തിൻ്റെ മധ്യഭാഗത്തെത്തിയപ്പോൾ അവൾ ചുറ്റും ഒന്ന് നോക്കി. ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അവൾ പെട്ടെന്ന് പാലത്തിൻ്റെ കൈവരിയിലേക്ക് വലിഞ്ഞു കയറി. ഈശോയെ, റോയുടെ നെഞ്ചി പിടഞ്ഞു. അവൾ എന്ത് ചെയ്യാനാണ് പോകുന്നതെന്ന് അവന് മനസ്സിലായി. റോയ് ഒട്ടും സമയം കളയാതെ കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് പാഞ്ഞു. അവൻ പാലത്തിലേക്ക് ഓടുമ്പോഴേക്കും അനാമിക കൈവരിയിൽ നിവർന്ന് നിന്നിരുന്നു. താഴെ ആഴമേറിയ പുഴ ഇളകി മറിയുന്നുണ്ടായിരുന്നു. അനാമിക, നിൽക്ക്, റോയ് ദൂരെ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. പക്ഷെ ആ ശബ്ദം കേട്ടതും അവൾ താഴേക്ക് നോക്കാതെ ആ പുഴയിലേക്ക് എടുത്തു ചാടിയിരുന്നു. വലിയൊരു ശബ്ദത്തോടെ അവൾ വെള്ളത്തിൽ പതിക്കുന്നത് റോയ് കണ്ടു. റോയ് പാലത്തിൻ്റെ കൈവരിക്കരികിലേക്ക് ഓടിയെത്ത്. താഴെ പുഴയിലെ ശക്തമായ ഒഴുക്കിൽ അനാമികയുടെ കൈകൾ ഉയർന്നു വരുന്നത് അവൻ കണ്ടു. അവൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല. ആ പാലത്തിന് മുകളിൽ നിന്ന് താഴെയുള്ള പുഴയിലേക്ക് ഒരൊറ്റ ചാട്ടം. അവൻ വെള്ളത്തിലേക്ക് പതിച്ചു. അവൻ വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വന്ന് ചുറ്റും നോക്കി. കുറച്ചു ദൂരെയായി ഒഴുക്കിൽപ്പെട്ട് അനാമിക താഴേക്ക് താഴുന്നത് അവൻ കണ്ടു. റോയ് സർവ്വശക്തിയുമെടുത്ത് അവൾക്ക് നേരെ നീന്തി. വെള്ളം കുടിച്ച് ശ്വാസം മുട്ടി താഴേക്ക് പോയ അനാമികയുടെ മുടിയിൽ റോയ് പിടുത്തമിട്ടു. അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരു കൈകൊണ്ട് വെള്ളം തുഴഞ്ഞ് കരയിലേക്ക് നീന്തി തുടങ്ങി. ഒഴുക്ക് ശക്തമായിരുന്നതിനാൽ കര പറ്റാൻ അവന് കഠിനമായി പ്രയത്നിക്കേണ്ടി തന്നെ വന്നു. ഒടുവിൽ പുഴയുടെ ഒരു വശത്തുള്ള പാറക്കെട്ടുകൾക്കരികിലേക്ക് അവൻ അവളെ വലിച്ചു കയറ്റി. 2 പേരും മണലിലേക്ക് മലർന്നു കിടന്നു. റോയ് നന്നായി ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അനാമിക ബോധരഹിതയായിരുന്നു. റോയ് അവളുടെ നെഞ്ചിൽ അമർത്തി വെള്ളം പുറത്ത് കളയാൻ ശ്രമിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ വെള്ളം ഛർദ്ദിച്ചുകൊണ്ട് കണ്ണുകൾ തുറന്നു. തൻ്റെ മുന്നിൽ ദേഷ്യം കൊണ്ടും തളർച്ച കൊണ്ടും വിറക്കുന്ന റോയിയാണ് അവൾ കണ്ടത്. എന്താണ് നിന്റെ വിചാരം? നിന്റെ ജീവന് ഒരു വിലയുമില്ലേ? നിന്നെ ചാവാനാണോടി ഞാനും ആ രാഹുലും കൂടി അത്രയും കഷ്ടപ്പെട്ട് ആ ഹോസ്പിറ്റലിൽ കിടത്തി നോക്കിയത്? ദൈവം തന്നൊരു ജീവിതമാണ്, അത് കളയാൻ നിനക്ക് എന്താടി ഇത്ര ധൃതി? റോയ് ദേഷ്യം കൊണ്ട് അലറുകയായിരുന്നു. അനാമിക അലർച്ച കേട്ട് ഭയന്ന് പിന്നിലേക്ക് നീങ്ങി. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ധാരധാരയായി ഒഴുകി. അവൾ മണലിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. എനിക്ക് ജീവിക്കണമെന്ന് തന്നെയാണ് സാർ ആഗ്രഹം, പക്ഷേ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, അവൾ കരച്ചിലിനിടയിൽ പറഞ്ഞു. റോയ് തൻ്റെ ദേഷ്യം അല്പം അടക്കി അവൾക്കരികിലിരുന്നു. എന്താ നിന്റെ പ്രശ്നം? ഇത്രയും വലിയ എന്ത് സങ്കടമാണ് നിനക്കുള്ളത്? മരിക്കാൻ മാത്രം എന്തുണ്ടായി? അനാമിക തൻ്റെ നനഞ്ഞ മുടിയിഴകൾ ഒതുക്കി പിടക്കുന്ന ശബ്ദത്തോടെ അവളുടെ ജീവിതത്തിലെ ആ കറുത്ത അധ്യായം തുറന്നു പറഞ്ഞു തുടങ്ങി. എൻ്റെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം എന്നെ വളർത്തിയത് എൻ്റെ ചിറ്റപ്പനാണ്, വിശ്വനാഥൻ. എനിക്ക് ഈ ലോകത്ത് ആകെയുണ്ടായിരുന്ന ഏക തണൽ പുള്ളിയാണെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. ഡിഗ്രി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു ജോലി വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് 2 ദിവസം മുമ്പാണ് ചിറ്റപ്പ എന്നെ ഈ ടൗണിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഒരു വലിയ ആഡംബര ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത്. അവിടെ വെച്ചാണ് ഞാൻ ആ സത്യം അറിഞ്ഞത്. അവളൊന്ന് നിർത്തി. ഓർക്കാൻ പോലും ഭയപ്പെടുന്നത് പോലെ കണ്ണുകൾ അടച്ചു.
എന്താ എന്താ സംഭവിച്ചത്? റോയ് പതിയെ ചോദിച്ചു. കടം വീട്ടാൻ വേണ്ടി അയാൾ എന്നെ അവിടുത്തെ ഒരു വലിയ ബിസിനസ്സുകാരന് വിറ്റു. ലക്ഷങ്ങൾ അയാൾ വാങ്ങി. ആ ഹോട്ടൽ മുറിയിൽ വെച്ച് ആ ദുഷ്ടൻ്റെ അരികിലേക്ക് വന്നപ്പോൾ ഞാൻ ചതിക്കപ്പെട്ട കാര്യം അറിഞ്ഞത്. ഞാൻ അയാളെ തള്ളി മാറ്റി ഒരുവിധം അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ആ രാത്രിയിൽ എങ്ങോട്ടെന്നില്ലാതെ ആ മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ജീവനും കൊണ്ട് ഓടി. ആ ഓട്ടത്തിനിടയിലാണ് സാറിൻ്റെ വണ്ടിയുടെ മുന്നിലേക്ക് ഞാൻ വീണത്. അവൾ വീണ്ടും കരഞ്ഞു പോയിരുന്നു. ഇപ്പോൾ ഞാൻ തിരിച്ചു ചെന്ന ചിറ്റപ്പ എന്നെ വെറുതെ വിടില്ല. അയാൾ എന്നെ വീണ്ടും പിടിച്ചു കൊണ്ടുപോയി ആർക്കെങ്കിലും വിൽക്കും. എനിക്ക് ഈ ലോകത്ത് ആരുമില്ല സാർ. ഒന്നിനും കൊള്ളാത്ത ഈ ശരീരം മരണത്തിന് കൊടുക്കാമെന്ന് ഞാനങ്ങ് കരുതി. എന്നെ എന്തിനാ സാർ വീണ്ടും രക്ഷിച്ചത്? അനാമികയുടെ കഥ കേട്ടപ്പോൾ റോയിയുടെ ചോര തിളച്ചു. മതി കരഞ്ഞത്, മതി, എഴുന്നേൽക്കാൻ അനാമിക. അനാമിക കണ്ണുകൾ തുടച്ച് അവനെ നോക്കി. തനിക്ക് ഈ ലോകത്ത് ആരുമില്ലെന്ന് ഇനി പറയരുത്. റോയ് മാത്യു ജീവിച്ചിരിപ്പുന്നുണ്ടെങ്കിൽ നിന്നെ തൊടാൻ ആ വിശ്വനാഥൻ എന്നല്ല ഒരുത്തനും ധൈര്യപ്പെടില്ല. നീ എൻ്റെ കൂടെ വരുന്നു, എൻ്റെ വീട്ടിലേക്ക്. അവിടെ നിനക്ക് കാവലായി ഒരു അമ്മച്ചിയുണ്ട്. നിന്നെ വിൽക്കാൻ നോക്കിയ ആ ചിറ്റപ്പനെയും അവൻ്റെ കൂടെയുള്ളവന്മാരെയും എന്ത് ചെയ്യണമെന്ന് ഈ റോയിച്ചനെ നന്നായിട്ടറിയാം. റോയ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. നനഞ്ഞു കുതിർന്ന വസ്ത്രങ്ങളോടെ റോയ് കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. അനാമിക അവനൊപ്പം മുൻസീറ്റിലിരുന്നു. വണ്ടി നേരെ പാഞ്ഞത് റോയുടെ തറവാടായ മാത്യൂസ് വില്ലയിലേക്കാണ്. വലിയ ഇരുമ്പ് ഗേറ്റുകൾ കടന്ന് മുറ്റത്തേക്ക് വണ്ടി വന്നു നിൽക്കുമ്പോൾ കാത്തിരുന്ന് തളർന്ന ത്രേസ്യാമ്മച്ചി ഉമ്മറത്തെ കസേരയിൽ തന്നെയുണ്ടായിരുന്നു. വണ്ടിയുടെ ശബ്ദം കേട്ടതും അവർ വേഗം എഴുന്നേറ്റ് ആ വടിയും കുത്തിപ്പിടിച്ച് മുറ്റത്തേക്ക് നോക്കി. കാറിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് റോയിച്ചനാണ്. നനഞ്ഞു കുതിർന്ന ഷർട്ടും മുടിയും കണ്ടപ്പോഴേ അമ്മച്ചിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. ഈശോയെ, ഇതെന്താടാ റോയിച്ച, നീ എന്താ വെള്ളത്തിൽ വീണോ? ത്രേസ്യാമ്മച്ചി പരിഭ്രമത്തോടെ ഉമ്മറപ്പടിയിലേക്ക് നടന്നു വന്നു. റോയ് മറുപടിയൊന്നും പറയാതെ കാറിൻ്റെ ഇടതുവശത്തെ ഡോർ തുറന്നു. ഭയത്തോടെയും തളർച്ചയോടെയും തല താഴ്ത്തി വിറച്ചുകൊണ്ട് വണ്ടിയിൽ നിന്നിറങ്ങി അനാമികയെ കണ്ടതും അമ്മച്ചി ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി. അവളുടെ നെറ്റിയിലെ ബാൻഡേജും നനഞ്ഞ വസ്ത്രങ്ങളും ആ കണ്ണുകളിലെ ഭീതിയും അമ്മച്ചിക്ക് കാര്യങ്ങൾ അത്ര ശുഭകരമല്ലെന്ന് മനസ്സിലാക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. അമ്മച്ചി ബാക്കി ചോദ്യം ചെയ്യലൊക്കെ പിന്നെ. ഇവൾക്ക് ആദ്യം മാറാൻ എന്തെങ്കിലും വസ്ത്രം കൊടുക്ക്, എന്നിട്ട് ആ ചൂട് കാപ്പി ഇങ്ങോട്ട് എടുക്ക്. റോയ് ആ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. ത്രേസ്യാമ്മച്ചി അനാമികയുടെ അരികിലേക്ക് നടന്നെത്തി. ആ പ്രായമായ കൈകൾ പതുക്കെ അനാമികയുടെ തോളിൽ തൊട്ടതും അവൾ ഭയത്തോടെ ഒന്ന് പിടഞ്ഞു. പേടിക്കണ്ട കൊച്ചേ, വാ. അമ്മച്ചിയുടെ ആർദ്രമായ ശബ്ദം കേട്ടപ്പോൾ അനാമികയുടെ ഉള്ളിലെ ഭയം പതുക്കെ ഉരുകാൻ തുടങ്ങി. അവർ അവളെ അകത്തെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തൻ്റെ പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന റോയുടെ അമ്മയുടെ നല്ലൊരു സാരിയും ബ്ലൗസും അമ്മച്ചി അനാമികക്ക് നേരെ നീട്ടി. ഇത് തൽക്കാലം എടുക്കും മോളെ, ആ നനഞ്ഞ തുടിയൊക്കെ മാറ്റി, ഇല്ലെങ്കിൽ പനി പിടിക്കും കേട്ടോ. കുളിമുറിയിൽ കയറി ആ സാരി എടുത്ത് പുറത്തിറങ്ങിയ അനാമികയെ കണ്ടപ്പോൾ അമ്മച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു മാലാക കുട്ടിയെ പോലെ അവൾ തോന്നിപ്പിച്ചു. നെറ്റിയിലെ ബാൻഡേജ് അവളുടെ മുഖത്തെ സങ്കടത്തിൻ്റെ ആഴം കൂട്ടിയിരുന്നു. അപ്പോഴേക്കും റോയും വസ്ത്രം മാറി ഡൈനിങ് ടേബിളിൽ അരികിൽ എത്തിയിരുന്നു. മേശപ്പുറത്തെ അമ്മച്ചിയെ ചൂട് കഞ്ഞിയും പയറും ചമ്മന്തിയും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇരിക്കും മോളെ, വന്നിരിക്ക്. അമ്മച്ചി അവളെ സ്നേഹത്തോടെ കസേരയിൽ ഇരുത്തി. പക്ഷെ അനാമികക്ക് വിശപ്പില്ലായിരുന്നു. അവളുടെ മനസ്സപ്പോഴും ചിറ്റപ്പൻ്റെ മുഖവും ആ ഹോട്ടൽ മുറിയിൽ ഓർത്തു പിടയുകയായിരുന്നു. കണ്ണിൽ നിന്ന് കണ്ണീർ തുള്ളികൾ ആ പാത്രത്തിലേക്ക് ഇറ്റുവീണു. റോയ് അനാമികയുടെ ജീവിതത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ സംഭവിച്ച ദുരന്തങ്ങൾ മുഴുവൻ അമ്മച്ചിയോട് വിവരിച്ചിരുന്നു. അവളുടെ സ്വന്തം ചിറ്റപ്പൻ അവളെ പണത്തിന് വേണ്ടി വിൽക്കാൻ നോക്കിയതും രക്ഷപ്പെടാൻ ഓടിയപ്പോഴാണ് തൻ്റെ വണ്ടി തട്ടിയതും ഒടുവിൽ നിരാശ കൊണ്ട് പുഴയിൽ ചാടിയതുമെല്ലാം റോയ് പറഞ്ഞു നിർത്തിയപ്പോൾ ത്രേസ്യാമ്മച്ചിയുടെ കൈകൾ ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും വിറക്കുന്നുണ്ടായിരുന്നു. കർത്താവേ, സ്വന്തം ചോരയിൽ പിറന്ന കുട്ടിയോട് ഇങ്ങനെയും ചെയ്യുമോ ഒരപ്പൻ സ്ഥാനത്തിരിക്കുന്നവൻ? ആ ദുഷ്ടൻ, അവനെ വെറുതെ വിടരുത് റോയിച്ച. അമ്മച്ചി കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. അമ്മച്ചി പതുക്കെ അനാമികയുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു. ആ കഞ്ഞിപ്പാത്രത്തിൽ നിന്ന് ഒരു സ്പൂൺ കഞ്ഞി കോരിയെടുത്ത് ഊതി തണുപ്പിച്ച് അവൾക്ക് നേരെ നീട്ട്. കരച്ചിൽ നിർത്ത് കുഞ്ഞേ, നിനക്ക് ആരുമില്ലെന്ന് കരുതണ്ട. ഈ അമ്മച്ചി ഉള്ളിടത്തോളം കാലം നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല. കഴിക്കു കുട്ടി. ആ വാക്കുകളിലെ അമ്മ മനസ്സ് അനാമികയുടെ നിയന്ത്രണം കളഞ്ഞു. അവൾ അമ്മച്ചിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരു അമ്മച്ചിയുടെ ചൂടറിഞ്ഞ പോലെ അവൾ അമ്മച്ചിയെ കെട്ടിപ്പിടിച്ചു. അമ്മച്ചി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ആ കഞ്ഞി പതുക്കെ വാരി നൽകി. ദൂരെ മാറി നിന്ന് ഈ കാഴ്ച കണ്ട റോയിച്ചൻ്റെ ഉള്ളും നിറയുകയായിരുന്നു. ദിവസങ്ങൾ പതുക്കെ കടന്നുപോയി. 1 മാസം എന്നത് ആ വലിയ തറവാട്ടിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയത്.
അനാമിക ആദ്യം കാണിച്ച ആ ഭയവും ഉൾവലിയലും പതുക്കെ പതുക്കെ മാറിത്തുടങ്ങിയിരുന്നു. അതിന് പ്രധാന കാരണം ത്രേസി അമ്മച്ചിയുടെ കൂട്ട് തന്നെയായിരുന്നു. അമ്മച്ചിയെ കുളിപ്പിക്കാനും കൃത്യസമയത്ത് മരുന്ന് കൊടുക്കാനും അടുക്കളയിൽ സഹായിക്കാനുമെല്ലാം അനാമിക മുന്നിലുണ്ടായിരുന്നു. ഡാ റോയിച്ച, ഈ തറവാട്ടി ഇപ്പോഴാ ഒരു ജീവൻ വെച്ചത്. നിനക്ക് ബിസിനസ് ബിസിനസ് എന്ന് പറഞ്ഞ് നടക്കാനല്ലേ നേരമുള്ളൂ. അമ്മച്ചി ഉമ്മറത്തിരുന്ന് ചായ കുടിക്കുന്ന നേരം റോയിയോട് പറയും. റോയ് ഒന്നും മിണ്ടാതെ ഗൗരവത്തിൽ പേപ്പർ വായിക്കുമെങ്കിലും അടുക്കളയിൽ നിന്ന് അമ്മച്ചിയോട് സംസാരിച്ച് ചിരിക്കുന്ന അനാമികയുടെ മുഖം അവൻ ഇടം കണ്ണാലെ നോക്കാറുണ്ടായിരുന്നു. അനാമികക്കും റോയിച്ചനോടിപ്പോൾ പഴയതുപോലെ ഒരു പേടിയുമില്ല. ആൾ പുറമേക്ക് ഗൗരവക്കാരനാണെങ്കിലും ഉള്ളിൽ സ്നേഹമുള്ളവനാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. ഓഫീസിൽ നിന്ന് വരുമ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പലഹാരങ്ങളോ അല്ലെങ്കിൽ അവൾക്ക് വായിക്കാൻ പുസ്തകങ്ങളോ അവൻ മേശപ്പുറത്ത് കൊണ്ടുവെക്കുമായിരുന്നു. ചോദിച്ചാൽ അത് അമ്മച്ചി വാങ്ങാൻ പറഞ്ഞതാ എന്ന് പറഞ്ഞങ്ങ് ഒഴിയും. എന്നാൽ അമ്മച്ചി ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് അനാമികക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അമ്മച്ചിയും അനാമികയും തമ്മിലുള്ള ബന്ധം ഒരു അമ്മയും മകളും എന്നതിനപ്പുറം നല്ല കൂട്ടുകാരിയെ പോലെയായി മാറി. റോയിച്ചന് ദേഷ്യത്തിരി കൂടുതലാ, പക്ഷേ പാവമാ. അപ്പനും അമ്മയും പോയതിനു ശേഷം അവൻ ഒരുപാട് കഷ്ടപ്പെട്ടാ ഈ നിലയിലെത്തിയത്. അവന് ജീവിതത്തിൽ സന്തോഷിക്കാൻ അധികം സമയമൊന്നും കിട്ടിയിട്ടില്ല. നീ വന്നതിന് ശേഷം അവനൊന്ന് നേരെ ചൊവ്വെ ചിരിക്കാൻ പോലും തുടങ്ങിയത്. അമ്മച്ചി അവളുടെ കൈകളിൽ പിടിച്ച് പറയുമായിരുന്നു. അനാമിക ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിരിക്കുമെങ്കിലും അവളുടെ ഉള്ളിൽ റോയിച്ചനോടുള്ള ബഹുമാനവും സ്നേഹവും വളരുകയായിരുന്നു. തന്നെ മരണത്തിൽ നിന്നും ആ കപടലോകത്തിൽ നിന്നും രക്ഷിച്ച തൻ്റെ ദൈവമാണ് റോയിച്ചൻ എന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. ഒരു ദിവസം റോയിച്ചൻ പതിവിലും നേരത്തെ ഓഫീസിൽ നിന്ന് വീട്ടിലെത്തി. അവൻ്റെ മുഖത്ത് കനത്ത ഗൗരവമുണ്ടായിരുന്നു. അവൻ നേരെ ഹാളിലേക്ക് വന്ന് അനാമികയെയും അമ്മച്ചയെയും അരികിലേക്ക് വിളിപ്പിച്ചു. നിന്റെ ചിറ്റപ്പൻ അവനിപ്പോൾ എവിടെയുണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചു. റോയിയുടെ ശബ്ദത്തിൽ ഒരു സിംഹത്തിൻ്റെ ഗർജനമുണ്ടായിരുന്നു. വിശ്വനാഥൻ എന്ന പേര് കേട്ടതും അനാമികയുടെ മുഖം വീണ്ടും വിളറി. അവൾ പേടിയോടെ അമ്മച്ചിയുടെ പുറകിലേക്ക് ഒതുങ്ങി. പേടിക്കണ്ട മോളെ, അവൻ ഇനി നിന്നെ തൊടില്ല. നിന്നെ അവൻ വിൽക്കാൻ ശ്രമിച്ച ആ ബിസിനസ്സുകാരനെയും നിന്റെ ചിറ്റപ്പനെയും കുറിച്ച് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിട്ട് പരാതി നൽകി അകത്താക്കിയിട്ടാണ് ഞാൻ വരുന്നത്. ഇനി അവർ പുറം ലോകം കാണില്ല. നിന്റെ അച്ഛൻ്റെ സ്വത്തുക്കൾ നിന്റെ പേരിൽ മാറ്റാനുള്ള ലീഗൽ നോട്ടീസും ഞാൻ അയച്ചിട്ടുണ്ട്. റോയ് ഒരു ഫയൽ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. റോയ്ച്ചൻ തനിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തതറിഞ്ഞപ്പോൾ അനാമികയുടെ കണ്ണുകളിൽ നിന്ന് കൃതജ്ഞതയുടെ കണ്ണുനീർ ഒഴുകിയിറങ്ങി. അവൾ പതുക്കെ മുന്നോട്ട് വന്ന് റോയിയുടെ കൈകളിൽ കൂട്ടിപ്പിടിച്ചു. സാർ, എനിക്കിതിനൊക്കെ പകരം തരാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. അവൻ്റെ മുഖത്ത് അന്നേരം നേരത്തെ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അമ്മച്ചി പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോഴേക്കും അനാമിക പതുക്കെ അടുക്കളയിലേക്ക് നീങ്ങി. ചായക്ക് വെള്ളം തിളപ്പിക്കാൻ അവൾ സ്റ്റൗവിലേക്ക് വെച്ചു. അവൾക്ക് അന്നേരം റോയിച്ചനെ ഓർമ്മ വന്നു. തന്നെ മരണത്തിൽ നിന്ന് കോരിയെടുത്ത കൈകൾ ഇന്ന് തൻ്റെ അന്തസ്സും അഭിമാനവും ലോകത്തിന് മുന്നിൽ തിരിച്ചു പിടിച്ചു തന്നിരിക്കുന്നു. അവൾ റോയിച്ചന് വേണ്ടി ഏലക്കായ ഇട്ട സ്ട്രോങ് ചായ തയ്യാറാക്കി. ഒരു പ്ലേറ്റിൽ വൈകുന്നേരം ഉണ്ടാക്കിയ സുഖിയനും എടുത്തു വെച്ചു. ചായക്കപ്പും പിടിച്ച് റോയുടെ മുറിയിലേക്ക് നടക്കുമ്പോൾ അനാമികയുടെ നെഞ്ചിരിപ്പ് സാധാരണയേക്കാൾ വേഗത്തിലായിരുന്നു. കഴിഞ്ഞൊരു മാസമായി വീട്ടിൽ കഴിയുന്നുണ്ടെങ്കിലും റോയിച്ചൻ്റെ മുറിയിലേക്ക് അവൾ അധികം പോകാറില്ലായിരുന്നു. റോയ് മാത്യുവിൻ്റെ ബെഡ്റൂം തികച്ചും ശാന്തവും ആഡംബരം നിറഞ്ഞതുമാണ്. മുറിയുടെ വാതിൽ പകുതി തുറന്ന് കിടക്കുകയായിരുന്നു. അനാമിക പതുക്കെ ഉള്ളിലേക്ക് നോക്കി. റോയ് ജനലിനരികിൽ നിൽക്കുകയായിരുന്നു. പുറത്ത് ഇരുട്ട് പടർന്നു കഴിഞ്ഞിരുന്നു. മരങ്ങൾക്കിടയിലൂടെ വീശുന്ന തണുത്ത കാറ്റ് അവൻ്റെ നെറ്റിയിലെ മുടിയിഴകളെ ചലിപ്പിക്കുന്നുണ്ട്. ജനൽ കമ്പികളിൽ കൈകൾ ഊന്നി എന്തോ ആഴമേറിയ ചിന്തയിലായിരുന്നു അവൻ അന്നേരം. അനാമിക പതുക്കെ മുറിക്കുള്ളിലേക്ക് ചുവടുകൾ വെച്ചു. പാദസരത്തിൻ്റെ നേർത്ത കിലുക്കം കേട്ടിട്ടാവണം റോയ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അത് ചായ. അനാമിക ശബ്ദം പതറാതെ സൂക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് മേശപ്പുറത്തേക്ക് ചായക്കപ്പ് വെച്ചു. റോയ് ജനലിനരികിൽ നിന്ന് മാറി നടന്ന് മേശക്കടുത്തേക്ക് വന്നു. ചായക്കപ്പിൽ നിന്ന് ഉയർന്ന ആവിയിലേക്ക് നോക്കി അവൻ ഒരു ചെറിയ നിശ്വാസം അയച്ചു. എന്നിട്ട് കപ്പിലെ ചൂട് ചായ ഒരു സിപ്പ് എടുത്തു. ചായ കൊള്ളാം. റോയ് മുഖത്തെ ഗൗരവം അല്പം കുറച്ച് പുഞ്ചിരിയോടെ പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു സാറിന് ഏലക്ക ഇട്ട ചായയാണ് ഇഷ്ടമെന്ന്. അവൾ തല താഴ്ത്തി വിരലുകൾ കോർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു. റോയ് ചായക്കപ്പ് തിരികെ വെച്ചു. അവൻ അവളുടെ ഭാവം ശ്രദ്ധിക്കുകയായിരുന്നു. ആ സാരിത്തുമ്പ് വിരലുകളിൽ ചുറ്റിപ്പിടിച്ച് എന്തോ വലിയ കാര്യം പറയാൻ വന്നിട്ട് പറയാൻ മടിക്കുന്നത് പോലെ അവൾ നിൽക്കുന്നത് അവൻ കണ്ടു. എന്താ അനാമിക, എന്തെങ്കിലും പറയാനുണ്ടോ? റോയ് കസേരയിലേക്ക് ചാടിയിരുന്നു കൊണ്ട് ചോദിച്ചു. അനാമിക പതിയെ തലയുയർത്തി റോയുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ വലിയ കണ്ണുകളിൽ ഇപ്പോഴും നേർത്ത നനവുണ്ടായിരുന്നു. സാർ, ഞാൻ ജീവൻ കളയാൻ തുനിഞ്ഞവളാ. പക്ഷെ അന്നത്തെ രാത്രി മുതൽ ഈ നിമിഷം വരെ സാർ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, അതിനൊന്നും നന്ദി പറഞ്ഞാൽ തീരില്ല.
എൻ്റെ ചിറ്റപ്പൻ തകർത്ത എൻ്റെ ജീവിതം സാറ് എനിക്ക് തിരിച്ചു തന്നു. ആ ദുഷ്ടന്മാരെ ജയിലിലാക്കി. എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കൾ പോലും. അവളുടെ ശബ്ദം ഇടറി. അവൾ റോയിയുടെ അരികിലേക്ക് ഒരു ചുവട് കൂടി മുന്നോട്ട് വന്നു. എനിക്കിതിനൊക്കെ പകരമായി സാറിന് എന്താ തിരിച്ചു തരേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ അനാമികക്ക് ഈ ലോകത്ത് ഇനി സ്വന്തമായി ഒന്നുമില്ല. ചോദിക്കാൻ ആളുമില്ല. കൊടുക്കാൻ ഒന്നും കയ്യിലുമില്ല. ഞാൻ എന്താണ് സാറിന് ഇതൊക്കെ പകരമായി നൽകേണ്ടത്? അവളുടെ ചോദ്യം കേട്ടതും റോയിയുടെ മുഖത്തെ ഭാവം മാറി. അവൻ കസേരയിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റു. അവളുടെ നോട്ടം തന്നിൽ തന്നെയായിരുന്നു. റോയിച്ചൻ അവളുടെ തൊട്ടുമുന്നിൽ വന്ന് നിന്നപ്പോൾ അനാമിക ഒരു നിമിഷം ശ്വാസം അടക്കി പിടിച്ചു. അവൻ്റെ കണ്ണുകളിൽ മുൻപെങ്കും കാണാത്ത ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. ഗൗരവക്കാരനായ ആ ഇടഞ്ഞ കൊമ്പൻ്റെ മുഖത്ത് ഇപ്പോൾ ഒരു വശ്യമായ കുസൃതിച്ചിരി വിടർന്നു. റോയ് അല്പം മുന്നോട്ടാങ്ങി അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ വിറക്കുന്ന ചുണ്ടുകളിലേക്കും അവൻ്റെ നോട്ടം നീണ്ടു. എല്ലാം തിരിച്ചു തരണമെന്ന് നിർബന്ധമാണോ അനാമിക? റോയിയുടെ ശബ്ദം താഴ്ന്നതായിരുന്നു. അതിൽ പ്രണയത്തിൻ്റെ ഒരു നേർത്ത ഈണമുണ്ടായിരുന്നു. അവൾ പതർച്ചയോടെ അവനെ ഒന്ന് നോക്കി. എങ്കിൽ ഈ റോയിച്ചിന് തിരിച്ചു തരാൻ നിന്റെ കയ്യിൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ലെങ്കിലും. റോയ് ഒന്ന് നിർത്തി. അവൻ്റെ ചുണ്ടിലെ കുസൃതി ചിരി കൂടുതൽ ദൃശ്യമായി. എനിക്ക് പകരമായി ഒരു ഉമ്മ തരുമോ? അനാമികയുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ടും പരിഭ്രമം കൊണ്ടും വികസിച്ചു. അവൾ ഒരിക്കലും വിചാരിച്ച ഒരു മറുപടി ആയിരുന്നില്ല അത്. റോയിച്ചൻ്റെ നാവിൽ നിന്ന് ഇങ്ങനൊരു ചോദ്യം അവളുടെ കവിളുകളിലേക്ക് ചോരയിരച്ചു കയറി. മുഖമാകെ ചുവന്നു തുടുത്തു. നെഞ്ചിരിപ്പ് കൂടി. എന്താ ആലോചിക്കുന്നത്? റോയ് മാത്യുവിന് കൊടുക്കാൻ പറ്റിയ വലിയൊരു ഗിഫ്റ്റ് അല്ലേ അത്? റോയ് അവളെ കൂടുതൽ പരിഭ്രമിപ്പിക്കാൻ എന്ന വണ്ണം ഒരു ചുവട് കൂടെ മുന്നോട്ട് വെച്ചു. അവൻ്റെ കൈകൾ പതുക്കെ അവളുടെ ഇടുപ്പിൽ തട്ടി. അനാമികയുടെ ശ്വാസം നിലച്ചതുപോലെ തോന്നി. അവൻ തൻ്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. അവൻ്റെ ശരീരത്തിലെ പെർഫ്യൂമിൻ്റെ സുഗന്ധവും പുരുഷത്വത്തിൻ്റെ ചൂടും അവളിലേക്ക് പടർന്നു. അവൾ പേടിയോടെയും എന്നാൽ ഉള്ളിൽ തോന്നിയ വല്ലാത്തൊരു അനുഭൂതിയോടെയും പിന്നിലേക്ക് മാറാൻ ശ്രമിച്ചു. പക്ഷേ റോയ് അവളെ വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അവൻ വേഗത്തിൽ കൈനീട്ടി അവളുടെ ഒതുങ്ങിയ അരക്കെട്ടിലൂടെ കൈകൾ ചുറ്റിപ്പിടിച്ചു. റോയ്സ വീട്. അനാമികയുടെ നാവിൽ നിന്നും ആദ്യമായി സാർ എന്നതിനു പകരം ആ പേര് പുറത്തു വന്നിരുന്നു. ആ വിളി റോയുടെ ഉള്ളിൽ ഒരു കനലായി പടർന്നു. അവൻ അവളെ തൻ്റെ നെഞ്ചോട് കൂടുതൽ ചേർത്ത് പിടിച്ചു. പകരത്തിന് പകരം ചോദിച്ചപ്പോൾ ഇത്രയും പരിഭ്രമിച്ചാലോ അനാമിക? തരുമോ അതോ ഇല്ലയോ? റോയ് അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അവൻ്റെ ശ്വാസം അവളുടെ കവിളുകളിൽ അടിക്കുന്നുണ്ടായിരുന്നു. അനാമികക്ക് തൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുമെന്ന് തോന്നി. അവളുടെ കൈകൾ അറിയാതെ റോയുടെ ശക്തമായ തോളുകളിൽ അമർന്നു. അവൻ തമാശ പറയുകയല്ല, പ്രണയം പറയുകയാണെന്ന് അവളുടെ പെൺമനസ്സ് തിരിച്ചറിഞ്ഞു. എങ്കിലും ആ കുസൃതി ചോദ്യത്തിന് മുന്നിൽ കൂടുതൽ നിൽക്കാൻ അവളുടെ പരിഭ്രമം അവളെ അനുവദിച്ചില്ല. അവൾ സർവ്വശക്തിയുമെടുത്ത് റോയുടെ നെഞ്ചിൽ കൈകൾ വെച്ച് അവനെ ദൂരേക്ക് തള്ളി മാറ്റി. പെട്ടെന്നുള്ള തള്ളലിൽ റോയ് അല്പം പുറകിലേക്ക് മാറിയതും അനാമിക ഒട്ടും സമയം കളയാതെ മുറിയുടെ വാതിലിലേക്ക് പാഞ്ഞു. അവൾ ഓടിപ്പോകുന്നത് നോക്കി റോയ് അവിടെ തന്നെ നിന്നു. അവൻ്റെ കൈകൾ തൻ്റെ നെഞ്ചിൽ തൊട്ടു. അവിടെ അവളുടെ വിരലുകളുടെ സ്പർശനം ഇപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. റോയ്സൻ ഉച്ചത്തിൽ ഒന്ന് ചിരിച്ചുപോയി. അവൻ ചായക്കപ്പ് കയ്യിലെടുത്ത് ജനലിനരികിലേക്ക് വീണ്ടും നടന്നു. പുറത്തെ ഇരുട്ടിലേക്ക് നോക്കുമ്പോഴും അവൻ്റെ ചുണ്ടിൽ ആ മനോഹരമായ പുഞ്ചിരി മായാതെ നിന്നു. അതേസമയം ഇടനാഴിയിലൂടെ അറ്റത്തുള്ള തൂണിന് പുറകിൽ ഒളിച്ചു നിന്ന് അനാമിക നന്നായി ശ്വാസമെടുക്കുകയായിരുന്നു. അവളുടെ കൈകൾ സ്വന്തം കവിളുകളിൽ ഒന്ന് തൊട്ടുനോക്കി. ചൂട് പിടിച്ച് കിടക്കുകയാണവ. നെഞ്ചിലെ മിടിപ്പ് അടങ്ങിയിരുന്നില്ല. അവൾ പതുക്കെ തൂണിന് പുറകിൽ നിന്നും തലനീട്ടി റോയുടെ മുറിയുടെ ഭാഗത്തേക്ക് നോക്കി. അവിടെ ജനലിനരികിൽ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന അവൻ്റെ നിഴൽ രൂപം അവൾ കണ്ടു. അനാമികയുടെ ചുണ്ടിലും ഇപ്പോൾ ഒരു സുന്ദരമായ പുഞ്ചിരി വിരിഞ്ഞിരുന്നു. തൻ്റെ 22 വർഷത്തെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു പുരുഷനും തന്നെ ഇത്രമേൽ പിടിച്ചുലച്ചിട്ടില്ല. ആ കപടലോകത്തിൽ നിന്ന് തന്നെ രക്ഷിച്ച ദൈവമാണ് റോയ്ച്ചൻ എന്ന് കരുതിയ മനസ്സിന് മുന്നിലേക്കാണ് അവൻ പ്രണയത്തിൻ്റെ പുതിയൊരു ആകാശം തുറന്നിട്ടിരിക്കുന്നത്. അവൾ പതുക്കെ സാരിത്തുമ്പ് വിരലുകളിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. ഹാളിൽ ത്രേസ്യാമ്മച്ചി ഭക്തിയോടെ പ്രാർത്ഥിക്കുന്ന ശബ്ദം കേൾക്കാം. ആ ശബ്ദം തനിക്ക് നൽകിയ ആശ്വാസം ചെറുതല്ല. അടുക്കളയിലെ ലൈറ്റ് അണച്ച് ഡൈനിങ് ടേബിളിൽ പാത്രങ്ങൾ ഒതുക്കി വെക്കുമ്പോഴും അവളുടെ വിരലുകൾ വിറക്കുന്നുണ്ടായിരുന്നു. ഒരു ഉമ്മ ചോദിച്ചപ്പോഴേക്കും ഇങ്ങനെ പിടിച്ചു പോയാലോ? നിന്റെ റോയ്ച്ചനല്ലേ, കൊടുക്കാമായിരുന്നില്ലേ? അവൾ സ്വയം കണ്ണാടിയിൽ നോക്കി മന്ത്രിച്ചു. കണ്ണാടിയിൽ കണ്ട അവളുടെ സ്വന്തം മുഖം നാണം കൊണ്ട് വീണ്ടും ചുവന്നു. രാത്രി 10 മണിയായി. തറവാട് മുഴുവൻ നിശബ്ദതയിലാണ്ടു. അമ്മച്ചി പതിവ് പോലെ നേരത്തെ തന്നെ ഉറങ്ങാൻ കിടന്നിരുന്നു. എന്നാൽ അനാമികക്ക് മാത്രം ഉറക്കം കണ്ണുകളിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. മുറിയിലെ ജനൽപ്പാളികൾ തുറന്നിട്ട് അവൾ കട്ടിലിൽ കിടന്നു. പുറത്ത് കാറ്റ് ശക്തമായിരുന്നു. മരച്ചില്ലകൾ പരസ്പരം ഉരസുന്ന ശബ്ദം മാത്രം കേൾക്കാം.
അവളുടെ മനസ്സിൽ റോയ്ച്ചൻ്റെ ആ ചോദ്യം വീണ്ടും വീണ്ടും മുഴങ്ങി. എനിക്ക് പകരമായി ഒരു ഉമ്മ തരുവോ എന്ന്. അവൻ്റെ ആ കൈകൾ തൻ്റെ ഇടുപ്പിൽ ചേർത്ത് വെച്ചപ്പോൾ അനുഭവിച്ച ആ വല്ലാത്ത തരിപ്പ്, അത് ഓർക്കുമ്പോൾ ഇപ്പോഴും അവളുടെ വയറ്റിൽ നിന്ന് ഒരു മിന്നൽ പാഞ്ഞു പോകുന്നത് പോലെ തോന്നി. അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഒടുവിൽ ദാഹം സഹിക്കാതെ വയ്യാതായപ്പോൾ അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ഈ ഉള്ളിലെ തീയൊന്നടങ്ങുമായിരിക്കും എന്ന് അവൾ വെറുതെ കരുതി. മുറിക്ക് പുറത്തിറങ്ങി. ഹാൾ കടന്ന് അവൾ അടുക്കളയിലേക്ക് നടന്നു. ഡൈനിങ് ഹാളിലെ ചെറിയ നൈറ്റ് ബൾബിൻ്റെ മഞ്ഞ വെളിച്ചം മാത്രം അവിടെയുണ്ടായിരുന്നു. അവൾ ഫ്രിഡ്ജ് തുറന്ന് തണുത്ത വെള്ളമെടുത്ത് കുടിച്ചു. അല്പ ആശ്വാസം തോന്നി. കുപ്പി തിരികെ വെച്ച് തിരിയാൻ നേരം അനാമിക പെട്ടെന്ന് അവിടെ തന്നെ മരവിച്ച് നിന്നുപോയി. തൊട്ടുപുറകിൽ ഡൈനിങ് ടേബിളിനോട് ചേർന്ന് ഭിത്തിയിൽ ചാരി കൈകൾ രണ്ടും നെഞ്ചിൽ കെട്ടി റോയിച്ചൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ എപ്പോഴാണ് അവിടെ വന്നതെന്ന് അവൾ അറിഞ്ഞതേയില്ല. ഒരു കറുത്ത സ്ലീവ്ലെസ് ബനിയനും പാൻറ്റുമാണ് അവൻ്റെ വേഷം. വിരിഞ്ഞ നെഞ്ചും തോളുകളും ആ മഞ്ഞ വെളിച്ചത്തിൽ കൂടുതൽ ദൃഢമായി തോന്നിപ്പിച്ചു. അവൻ്റെ കണ്ണുകൾ തന്നിൽ തന്നെ തറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ അനാമികയുടെ കയ്യിലിരുന്ന ഗ്ലാസ് താഴെ വീഴാൻ പോയി. അവൾ അത് കഷ്ടപ്പെട്ട് മേശപ്പുറത്തേക്ക് വെച്ചു. ഉറങ്ങിയില്ലേ? റോയുടെ ശബ്ദം വളരെ പതുക്കെയായിരുന്നു. എന്നാൽ അതിന് വല്ലാത്തൊരു ഗാംഭീര്യവും ഉണ്ടായിരുന്നു. അത് ദാഹിച്ചിട്ട്. അവൾ തല താഴ്ത്തി അവനെ മറികടന്നു പോകാനാഞ്ഞു. പക്ഷേ റോയ്ച്ചൻ പെട്ടെന്ന് തൻ്റെ വലതുകൈ നീട്ടി അവളുടെ വഴി തടഞ്ഞു. ഭിത്തിയിൽ കൈയൂന്നി അവൻ അവളെ തൻ്റെ ശരീരത്തിനും ഭിത്തിക്കുമിടയിലാക്കി നിർത്തി. അനാമികക്ക് മുന്നോട്ട് പോകാൻ വഴിയില്ലാതായി. അവൾ ഭയത്തോടെ പുറകിലേക്ക് നീങ്ങിയപ്പോൾ അവളുടെ മുഖം ഭിത്തിയിൽ മുട്ടി. എന്താണ് അമിക, എന്നെ കാണുമ്പോൾ ഇപ്പോൾ ഒരു കല്ലിയെ പോലെ ഒളിച്ചോടുന്നത്? വൈകുന്നേരം എൻ്റെ മുറിയിൽ നിന്ന് ഒരു തള്ളലായിരുന്നു, എന്നിട്ട് ഒറ്റ ഓട്ടവും. റോയ് അവളുടെ മുഖത്തേക്ക് അല്പം കൂടി അടുത്ത് നിന്നുകൊണ്ട് ചോദിച്ചു. അത് സാർ, റോയ്ച്ചൻ തമാശ പറഞ്ഞതല്ലേ? അവളുടെ ശബ്ദം വളരെ നേർത്തതായിരുന്നു. തമാശയോ? റോയുടെ മുഖത്ത് ആ കുസൃതി ചിരി വീണ്ടും വിരിഞ്ഞു. അവൻ തൻ്റെ ഇടത് കൈ കൊണ്ടും ഭിത്തിയിൽ ഊന്നി അവളെ പൂർണ്ണമായും തൻ്റെ കൈക്കുള്ളിലെ തടവുകാരിയാക്കി മാറ്റി. റോയ് മാത്യു ബിസിനസ്സിൽ മാത്രമല്ല അനാമിക, ജീവിതത്തിലും തമാശ പറയാറില്ല. ഞാൻ ചോദിച്ചതിന് നീ മറുപടി തന്നില്ല. അവൻ്റെ ശരീരത്തിലെ ആ വന്യമായ പുരുഷ സുഗന്ധം വീണ്ടും അവളുടെ നാസികയിലേക്ക് ഇരച്ചു കയറി. അത്രയടുത്ത് അവൻ്റെ നെഞ്ചിടിപ്പിൻ്റെ ഇടിപ്പ് അവൾക്ക് കേൾക്കാമായിരുന്നു. അവളുടെ ശ്വാസോച്ഛ്വാസം വേഗത്തിലായി. വെളുത്ത കുർത്തിക്കുള്ളിൽ അവളുടെ നെഞ്ച് ദ്രുതഗതിയിൽ ചലിക്കുന്നത് റോയ് വ്യക്തമായി കണ്ടു. റോയ് പതുക്കെ തൻ്റെ വലതുകൈ ഭിത്തിയിൽ നിന്ന് മാറ്റി അവളുടെ മുഖത്തേക്ക് നീട്ടി. അവൻ്റെ തഴമ്പിച്ച വലിയ വിരലുകൾ പതുക്കെ അവളുടെ മുടിയിഴകളെ മാറ്റി ചെവിക്കു പുറകിലേക്ക് വെച്ചു കൊടുത്തു. അവൻ്റെ വിരലുകളുടെ ചൂട് അവളുടെ കവിളിൽ തൊട്ടതും അനാമിക അറിയാതെ കണ്ണുകൾ അടച്ചുപോയി. ആ സ്പർശനം അവളെ അത്രമേൽ തളർത്തി കഴിഞ്ഞിരുന്നു. നോക്കനാമിക, റോയ് വളരെ ആർദ്രമായി അവളെ വിളിച്ചു. അവൾ പതുക്കെ കണ്ണുകൾ തുറന്നു. ആ കണ്ണുകളിൽ ഇപ്പോൾ ഭയമായിരുന്നില്ല, മറിച്ച് പൂർണ്ണമായ സമർപ്പണത്തിൻ്റെ നനവായിരുന്നു. നിന്നെ കണ്ട അന്നു മുതൽ ഈ നെഞ്ചിൽ നീയുണ്ട്. പുറമേക്ക് ഗൗരവം കാണിക്കുമെങ്കിലും നീ ചിരിക്കുന്ന ശബ്ദം കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ വന്നിരുന്നത് പോലും. നിൻ്റെ ഈ മുഖം ഇതെൻ്റേത് മാത്രമാണ്. റോയുടെ ശബ്ദത്തിൽ ഒരു പ്രണയക്കടൽ തന്നെയുണ്ടായിരുന്നു. അനാമികയുടെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി. അത് അവളുടെ നന്ദിയായിരുന്നില്ല, മറിച്ച് താൻ എത്രമാത്രം സ്നേഹിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവിൻ്റെ ആനന്ദ കണ്ണീരായിരുന്നു. റോയ് തൻ്റെ തള്ളവിരൽ കൊണ്ട് ആ കണ്ണുനീർ തുള്ളി തുടച്ചു മാറ്റി. അവൻ്റെ വിരലുകൾ പതിയെ അവളുടെ താടിക്ക് കീഴെ തൊട്ട് മുഖം അല്പം ഉയർത്തി. അവളുടെ ചുവന്നു തൊടുത്ത ചുണ്ടുകൾ ആ മഞ്ഞ വെളിച്ചത്തിൽ ഒരു ആമ്പൽപ്പൂ പോലെ വിടർന്നു നിൽപ്പുണ്ടായിരുന്നു. അവൻ പതുക്കെ മുഖം താഴ്ത്തി അവളുടെ നെറ്റിയിൽ അവൻ അതരങ്ങൾ ചേർത്തു. വല്ലാത്തൊരു നിശ്വാസത്തോടെ അനാമിക റോയുടെ തോളുകളിൽ കൈകൾ മുറുക്കെ പിടിച്ചു. ഇപ്പോൾ വേദനയുണ്ടോ ഇവിടെ? റോയ് അവളുടെ നെറ്റിൽ ചുണ്ടുകൾ അമർത്തിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, അവൾ മന്ത്രിച്ചു. റോയ് പതുക്കെ മുഖം മാറ്റി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ ശ്വാസം തൻ്റെ ചുണ്ടുകളിൽ തട്ടുന്നുണ്ടായിരുന്നു. അവൻ ഒട്ടും സമയം കളയാതെ അവളുടെ വലത് കവിളിലേക്ക് തൻ്റെ അതരങ്ങൾ ചേർത്തു. ഒരു മഞ്ഞുതുള്ളി പെയ്യുന്നത് പോലെ മൃദുവായൊരൊപ്പ്. അനാമികയുടെ വിരലുകൾ റോയുടെ തോളിലെ ബനിയിൽ കൂടുതൽ മുറുകി. അപ്പോൾ ഞാൻ ചോദിച്ച ഗിഫ്റ്റ്? റോയ് അവളുടെ കാതോരത്ത് വന്ന് പതുക്കെ ചോദിച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കാതോരത്ത് തൊട്ടപ്പോൾ അവൾക്ക് വല്ലാത്തൊരു വിറയൽ അനുഭവപ്പെട്ടു. അനാമിക പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. അവളുടെ ഉള്ളിലെ പരിഭ്രമവും നാണവും വീണ്ടും വീണ്ടും ഉണർന്നു. അവൾ റോയിയുടെ നെഞ്ചിൽ പതുക്കെ തട്ടി. അമ്മച്ചി ഉണരും. റോയിച്ച വീട്ട്. അമ്മച്ചി ഉറങ്ങി, ഈ വിഷയമൊന്നും മാറ്റണ്ട. റോയ് വീണ്ടും അവളുടെ അരക്കെട്ടിലേക്ക് കൈകൾ ചേർക്കാൻ ആഞ്ഞു.
എന്നാൽ ഇത്തവണ അനാമിക സമർത്ഥമായി അവൻ്റെ കൈകൾക്കിടയിലൂടെ താഴേക്ക് കുനിഞ്ഞു ഒഴിഞ്ഞു മാറി. നീ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണല്ലേടി? റോയ് ചിരിയോടെ അവൾക്ക് നേരെ നടന്നു. പക്ഷെ അനാമിക ഒട്ടും സമയം കളയാതെ തിരിഞ്ഞോടി തൻ്റെ മുറിയിലേക്ക് കയറി വാതിലടച്ചു കഴിഞ്ഞിരുന്നു. വാതിലിൽ ചാടി നിന്ന് അവൾ ദീർഘമായി ശ്വാസം വിട്ടു. അവളുടെ ചുണ്ടിൽ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും മനോഹരമായ പുഞ്ചിരിയുണ്ടായിരുന്നു. കവിളിൽ റോയിച്ചൻ്റെ ചുണ്ടുകൾ പതിഞ്ഞ ഭാഗത്ത് അവൾ പതുക്കെ കൈവച്ചു നോക്കി. അവിടെ ഇപ്പോഴും ആ ചൂട് ബാക്കിയുണ്ട്. പുറത്ത് ഡൈനിങ് ഹാളിൽ നിന്ന് റോയിച്ചൻ്റെ നേർത്ത ചിരി ശബ്ദം അവൾക്ക് കേൾക്കാമായിരുന്നു. പിറ്റേന്ന് രാവിലെ സൂര്യപ്രകാശം മാത്യൂസ് വില്ലയുടെ ഉമ്മറത്തേക്ക് അടിച്ചു കയറി. പക്ഷികൾ ചിലക്കുന്ന ശബ്ദം കേട്ടാണ് അനാമിക ഉണർന്നത്. അവൾ വേഗം എഴുന്നേറ്റ് മുഖം കഴുകി അടുക്കളയിലേക്ക് വന്നു. അപ്പോഴേക്കും ത്രേസ്യമ്മച്ചി അടുക്കളയിൽ ചായക്കപ്പുകളുമായി നിൽപ്പുണ്ടായിരുന്നു. എന്താ മോളെ, ഇന്നിത്തിരി വൈകിയല്ലോ? മുഖമൊക്കെ നല്ലോണം തെളിഞ്ഞിട്ടുണ്ടല്ലോ. നല്ല ഉറക്കം കിട്ടിയോ? അമ്മച്ചി സ്നേഹത്തോടെ ചോദിച്ചു. അതെ അമ്മച്ചി. അനാമിക തിടുക്കത്തിൽ ചായക്കപ്പുകൾ മേശപ്പുറത്തേക്ക് മാറ്റാൻ തുടങ്ങി. ഈ സമയത്താണ് റോയിച്ചൻ ഓഫീസിൽ പോകാൻ റെഡിയായി ഡൈനിങ് ഹാളിലേക്ക് വരുന്നത്. നീല ബ്രാൻഡഡ് ഷർട്ടും കറുത്ത പാൻസും അണിഞ്ഞ് വാച്ചും കെട്ടി നിൽക്കുന്ന അവനെ കണ്ടപ്പോൾ അനാമികക്ക് ഇന്നലത്തെ രാത്രിയാണ് ഓർമ്മ വന്നത്. അവൾ പെട്ടെന്ന് തല താഴ്ത്തി. റോയ് മേശക്കടുത്തേക്ക് വന്ന് കസേരയിലിരുന്നു. അമ്മച്ചി അവന് ചൂട് ചായയും അപ്പവും എടുത്തു വെച്ചു. ഡാ റോയിച്ച, നീ എന്താ ഇന്ന് രാവിലെ തന്നെ ഒരു പ്രത്യേക സന്തോഷത്തിലാണല്ലോ? മുഖത്ത് എപ്പോഴും ഒരു ചിരിയുണ്ട്. അമ്മച്ചി റോയിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു. റോയ് ചായ കുടിക്കുന്നതിനിടയിൽ അടുക്കള വാതിലിനരികിൽ ഒളിച്ചു നിന്ന് നോക്കുന്ന അനാമികയെ ഇടങ്കണ്ണാലെ നോക്കി. അവൾ അവനെ നോക്കി കണ്ണുരുട്ടുന്നുണ്ടായിരുന്നു. അത് പിന്നെ അമ്മച്ചി, ബിസിനസ് വലിയൊരു ലാഭം കിട്ടാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ്. വലിയൊരു ഗിഫ്റ്റ് ഉടനെ കിട്ടുമെന്ന് ഒരാൾ ഉറപ്പു തന്നിട്ടുണ്ട്. റോയ് അനാമികയെ മാത്രം നോക്കിക്കൊണ്ട് കുസൃതി ചിരിയോടെ പറഞ്ഞു. അത് കേട്ടതും അനാമിക മുഖം തിരിച്ച് അടുക്കളയിലേക്ക് മറഞ്ഞു. അവളുടെ നാണം നിറഞ്ഞ ഭാഗം കണ്ട് റോയിച്ചൻ ഉറച്ചത്തിൽ ചിരിച്ചു. ത്രേസ്യാമ്മച്ചി ഒന്നും മനസ്സിലാവാതെ രണ്ടുപേരെയും മാറി മാറി നോക്കി. റോയിച്ചൻ്റെ ആ കുസൃതി ചിരിയും അനാമികയുടെ നാണവും കണ്ടപ്പോൾ ത്രേസ്യാമ്മച്ചിയുടെ മുഖവും ഒരു തെളിച്ചം പടർന്നു. കാര്യം പൂർണ്ണമായും പിടികിട്ടിയില്ലെങ്കിലും തൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷം തിരിച്ചു വരികയാണെന്ന് ആ അമ്മ മനസ്സ് തിരിച്ചറിഞ്ഞു. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. റോയും അനാമികയും തമ്മിലുള്ള പ്രണയം കൂടുതൽ വളരുകയായിരുന്നു. റോയിച്ചൻ ഓഫീസിൽ നിന്ന് വരുന്നതും കാത്ത് അനാമിക ഉമ്മറത്ത് നിൽക്കുന്നതും അവൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങളും പലഹാരങ്ങളും അവൻ കൊണ്ടുവരുന്നതുമെല്ലാം മാത്യൂസ് വില്ലയിലെ പതിവ് കാഴ്ചകളായി മാറി. ഒടുവിൽ ഒരു ഞായറാഴ്ച പ്രഭാതത്തിൽ ചായ കുടിക്കുന്നതിനിടയിൽ റോയ് തന്നെയാണ് ആ കാര്യം അമ്മച്ചിയോട് തുറന്നു പറഞ്ഞത്. അമ്മച്ചി, എനിക്ക് അനാമികയെ എൻ്റെ കൂടെ കൂട്ടണം. നിയമപരമായി തന്നെ. എനിക്ക് അവളെ കല്യാണം കഴിച്ചു തരുമോ? എൻ്റെ ഈശോയെ, ഇതിലും വലിയൊരു സന്തോഷം ഇനി ഈ അമ്മച്ചിക്ക് വരാനില്ലടാ. നിൻ്റെ അപ്പച്ചനും അമ്മയും സ്വർഗത്തിലിരുന്ന് ഇത് കാണുന്നുണ്ടാവും. ഈ തറവാടിൻ്റെ മരുമകളായി മാത്രമല്ല, എൻ്റെ സ്വന്തം മകളായി തന്നെ ഇവിടെ വാഴും. അമ്മച്ചി അനാമികയെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു. അനാമികയുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദക്കണ്ണീർ പൊടിഞ്ഞു. അവൾ വിറക്കുന്ന ചുണ്ടുകളോടെ റോയിയെ നോക്കി. അവൻ അവൾക്ക് നേരെ നോക്കി വശ്യമായി ഒന്ന് പുഞ്ചിരിച്ചു. 2 ആഴ്ചകൾക്ക് ശേഷം അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ലളിതമായ ചടങ്ങുകളോടെ റോയിയുടെയും അനാമികയുടെയും വിവാഹം നടന്നു. മാലാഖയെ പോലെ വെളുത്ത മണവാട്ടി വസ്ത്രമണിഞ്ഞു നിന്ന അനാമികയുടെ കഴുത്തിൽ റോയ് മിന്നു ചാർത്തുമ്പോൾ ത്രേസ്യാമ്മച്ചിയുടെ കണ്ണുകൾ ആനന്ദത്താൽ നിറഞ്ഞിരുന്നു. വിവാഹ സൽക്കാരവും തിരക്കുകളും എല്ലാം കഴിഞ്ഞ് രാത്രി തറവാട് വീണ്ടും ശാന്തമായി. തൻ്റെ പുതിയ ജീവിതത്തിൻ്റെ പടിവാതിൽക്കൽ റോയിയുടെ മുറിൽ ജനലിനരികിൽ നിൽക്കുകയായിരുന്നു അനാമിക. ചുവന്ന കാഞ്ചീപുരം സാരിയും കഴുത്തിലെ മിന്നും അവിടെ കൂടുതൽ സുന്ദരിയാക്കിയിട്ടുണ്ട്. പുറത്ത് തണുത്ത കാറ്റ് വീശുന്നുണ്ട്. പെട്ടെന്നാണ് പുറകിലൂടെ ശക്തമായ 2 കൈകൾ അവളുടെ അരക്കെട്ടിലൂടെ വന്ന് മുറുകിയത്. അവൾ ഒന്ന് ഞെട്ടിയെങ്കിലും ആ പുരുഷവലയത്തിൻ്റെ ചൂട് അവളെ ശാന്തമാക്കി. റോയ് അവളുടെ തോളിലേക്ക് മുഖം ചേർത്തു. അവൻ്റെ താടിയുടെ പരുക്കൻ സ്പർശനം അവളിൽ ഒരു തരിപ്പ് പടർത്തി. ഇനി എങ്ങോട്ടടി ഓടി ഒളിക്കുന്നത്? നീ ഇനി പൂർണ്ണമായി റോയ്ച്ചൻ്റെ തടവുകാരിയാണ്. അവൻ അവളുടെ കാതോരം വന്ന് പ്രണയത്തോടെ മന്ത്രിച്ചു. അനാമിക തിരിഞ്ഞു നിന്ന് റോയുടെ നെഞ്ചിലേക്ക് കൈകൾ വെച്ചു. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ നാണത്തിനൊപ്പം അളവറ്റ പ്രണയവും കൃതജ്ഞതയും ഉണ്ടായിരുന്നു. റോയ് അവളുടെ മുഖം തൻ്റെ കൈകളിൽ കോരിയെടുത്തു. ആ മഞ്ഞ വെളിച്ചത്തിൽ അവളുടെ ചുണ്ടുകൾ പ്രണയത്തോടെ വിറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ചോദിച്ച ബാക്കി വെച്ച ആ ഗിഫ്റ്റ്? റോയ് കുസൃതിയോടെ ചോദിച്ചു. ഇത്തവണ അനാമിക ഒഴിഞ്ഞു മാറിയില്ല. അവൾ പതുക്കെ കാൽവിരലുകളിൽ ഉയർന്നു. പൂർണ്ണമായ പ്രണയത്തോടെ തൻ്റെ അധരങ്ങൾ റോയിച്ചൻ്റെ ചുണ്ടുകളിൽ ചേർത്ത് വെച്ചു. പുറത്ത് ആ തണുപ്പത്ത് കാറ്റ് ആ തറവാട്ടുമുറ്റത്തെ മരങ്ങളെ തലോടി കടന്നു പോകുമ്പോൾ
മാത്യൂസ് വില്ലയിൽ പ്രണയത്തിൻ്റെ പുതിയൊരു അധ്യായം പൂർണ്ണമാവുകയായിരുന്നു. അവസാനിച്ചു സൂര്യകാന്തി. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു സ്റ്റോറിയുമായി എത്ര എളുപ്പം വരുന്നതാണ്. താങ്ക് യു.